നമ്മുടെ കേരളത്തിലെ കടുത്ത ചൂടിൽ നിന്ന് ഒരു രക്ഷപ്പെടൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ദാ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഞങ്ങളിന്ന് ഒരു വെക്കേഷൻ അടിച്ചു പൊളിക്കാനുള്ള ഒരു ചെറിയൊരു ട്രിപ്പിലാണ്. ഒരു 3 ദിവസത്തെ ട്രിപ്പിലാണ്. കൊടൈക്കനാലാണ് സ്ഥലം. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം. വളരെ ത്രില്ലിലായിരുന്നു ഞങ്ങൾ എല്ലാവരും യാത്രയ്ക്ക് പുറപ്പെട്ടത്. ഞാൻ, ഫാമിലി, എൻ്റെ 2 നാത്തൂന്മാരും ഫാമിലി, അങ്ങനെ ഞങ്ങളൊരു 10 പേരുമായിട്ട് ഒരു ഇന്നോവ കാറിലായിരുന്നു യാത്ര തിരിച്ചത്. കൊടൈക്കനാലിൻ്റെ ബോർഡർ കയറിയപ്പോൾ തന്നെ നമ്മുടെ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം വലിയൊരു ക്ലൈമറ്റ് ചേഞ്ച് ആയിരുന്നു. കയറിയപ്പോൾ തന്നെ ഭയങ്കര ഒരു തണുപ്പ്, ഭയങ്കര നല്ല സൂപ്പർ സീനറീസ്, ഇതെല്ലാം കണ്ട് അവരെല്ലാം ഭയങ്കര ത്രില്ലിലായിരുന്നു. അപ്പോൾ ഇവിടെ തന്നെ അറിയപ്പെടുന്നത് മലനിരകളുടെ രാജകുമാരി എന്നാണ് അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ തമിഴ്നാടിൻ്റെ ദിണ്ടിഗൽ ജില്ലയിലെ സമുദ്രതലത്തിൽ നിന്ന് ഏകദേശം ഒരു 2000-ഓളം മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭൂമിയാണ് ഈ കൊടൈക്കനാൽ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ കേരളത്തിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ ഇത് പാലക്കാട് പൊള്ളാച്ചി വഴിയോ അല്ലെങ്കിൽ തേനി ബന്ദുൽഖണ്ഡ് വഴിയോ ഇവിടേക്ക് വരാൻ പറ്റും. റോഡിലെ വളവുകളും പുൽമേടുകളും നിറഞ്ഞ കാഴ്ചകൾ യാത്രകളുടെ ഭംഗി കൂട്ടും. ഞങ്ങൾ യഥാർത്ഥത്തിൽ ഓരോ യാത്രയിൽ മുന്നോട്ട് പോകും തോറും ഓരോ വളവും തിരിവും എത്തുമ്പോഴത്തേക്ക് ഭയങ്കര പേടിയായിരുന്നു. ഓരോ ഹെയർപിൻ വളവുകൾ വരുമ്പോഴും ഇങ്ങനെ വളഞ്ഞു പോകുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് പേടി തോന്നും. കാരണം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വണ്ടി വരികയാണല്ലോ. അപ്പോൾ നമ്മളെ ഇടിക്കൂ. നമ്മുടെ കുഞ്ഞു കുട്ടികളാണ് കൂടിയിരിക്കുന്നതും എല്ലാം നമ്മുടെ വളരെ തീരെ ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ അവർ പേടിയുണ്ട്, എന്നാൽ ആ ഒരു ത്രില്ലും ഉണ്ട്. പിന്നെ ഇവരുടെ സീനറി നമുക്ക് പറയാൻ വാക്കുകൾക്കും അതീതമാണ്. സൺറൈസ് നമ്മൾ രാവിലെ വന്നപ്പോൾ തന്നെ കണ്ടത് ഒരു സൺറൈസാണ്. അത് ഭയങ്കര സൂപ്പറായിരുന്നു. കുട്ടികൾ ഇത് ഡയറക്റ്റ് നമ്മുടെ മക്കൾക്ക് കാണാൻ പറ്റിയപ്പോൾ അവർക്കും വളരെ വലിയ സന്തോഷമായിരുന്നു. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ബസ് സർവീസ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ട്രെയിൻ റൂട്ടിലൂടെയൊക്കെ നമുക്ക് ഇങ്ങനെ വരാൻ പറ്റും. എങ്കിലും നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിളിൽ നമുക്ക് വരുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും നിർത്താം, ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും പോവാം, എത്ര നേരം വേണമെങ്കിലും നിൽക്കാം, ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കാം, അങ്ങനെ എല്ലാം ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഇന്ന് യാത്ര തിരിച്ച് റോഡിലേക്ക് വരുമ്പോഴുള്ള പല കടകളും പല വ്യൂ പോയിൻറ്റുകളും എല്ലാം കണ്ടു. അങ്ങനെ കണ്ട കുറച്ച് സ്ഥലങ്ങൾ ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ആദ്യം തന്നെ ഞങ്ങൾ കയറി കണ്ടത് കൊടൈക്കനാൽ ലേക്കായിരുന്നു. നമ്മുടെ ഈ കൊടൈക്കനാൽ എന്ന സ്ഥലത്ത് ഹൃദയഭാഗത്തുള്ള ഈ ഒരു മനുഷ്യനിർമ്മിത തടാകത്തിൻ്റെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു. അതിന് ചുറ്റുമുള്ള സൈക്ലിംഗ് ഒക്കെ ഉണ്ട്. അവിടെ ഞങ്ങളൊന്നും പോയില്ല, സൈക്ലിങ്ങിനൊന്നും പോകാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് ഒരു ബോട്ടിങ്ങിനൊക്കെ പ്ലാൻ ചെയ്തു. അപ്പോൾ പ്ലാൻ ചെയ്ത് പോകാൻ നേരം ഞങ്ങൾക്കൊന്ന് ഫ്രഷ് ചെയ്യണമായിരുന്നു. ഫ്രഷപ്പ് ആവാൻ വേണ്ടി ഞങ്ങളൊരു ഹോട്ടൽ മഹാരാജസിലാണ് കയറിയത്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ സ്കൂളിലെ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ ഇവിടെ കയറാറുണ്ട്. ഇവിടെ കയറുമ്പോഴേക്കും ഫ്രഷ് ആവാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ നമുക്ക് റെഡിയാക്കി തരും. പിന്നെ നമ്മുടെ പിള്ളേർ ഈ മഹാരാജസിൽ കയറിയപ്പോൾ തന്നെ അവർക്കൊരു ഓപ്പൺ എയർ ഒരു പ്ലേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ അവർ ഓടിക്കളിക്കുമായിരുന്നു. ഭയങ്കര ഒരു ത്രില്ലിലായിരുന്നു. മോന് സ്പൈഡർമാനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇന്നലെ ഷോപ്പിങ്ങിന് ഇറങ്ങിയപ്പോഴേ എന്നോട് പറഞ്ഞു എനിക്ക് സ്പൈഡർമാൻ്റെ ഡ്രസ്സ് വേണം. അങ്ങനെ അവന് ഒരു സ്പൈഡർമാൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തത്. പിന്നെ അത് ഊരാൻ തന്നെ ഭയങ്കര മടിയായിരുന്നു. അങ്ങനെ ഈ കുട്ടികൾ ഇങ്ങനെ എല്ലാവരും കൂടെ കുറേ നേരം ഓടിക്കളിച്ചിട്ടാണ് ഇവരെ നമ്മൾ കുളിക്കാനും ബ്രഷ് ചെയ്യാനായിട്ടും മോർണിംഗ് റൊട്ടീൻസിനും ഒക്കെ ഞാൻ ഇവരെ കൊണ്ടുപോയത് അതിന് വേണ്ടിയിട്ടാണ്. ഇതിലൊരാൾ നന്നായിട്ട് ഡാൻസ് ചെയ്യും. അപ്പോൾ ആൾക്ക് അവിടെ വന്നിട്ട് റീൽസ് എടുക്കാനും ഡാൻസിനും ഒക്കെ അവളും പോയി. പിന്നെ നമ്മൾ റൂമിൽ പോയി ഓരോരുത്തരെ ആക്കി ഫ്രഷൊക്കെ ആക്കി തിരിച്ചു വന്നു. എൻ്റെ മോളും ഒക്കെ ഒരുങ്ങി ഭയങ്കര ത്രില്ലിലായിരുന്നു അവൾ വന്നത്. പക്ഷെ അങ്ങനെ കേട്ടോ അതിൻ്റെ പേര് കൊടൈക്കനാൽ കേട്ടോ. മോള് ഫ്രഷ് ആവാൻ പോയ സമയത്ത് കസിൻസ് എല്ലാവരും കൂടെ കുറച്ച് നേരം റാഫാടെ കൂടെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചു, കളിച്ചു. ഭയങ്കര കളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിലേക്ക് ചെന്നപ്പം എൻ്റെ അച്ഛൻ ഭയങ്കരമായിട്ട് ഉറങ്ങുമായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, നൈറ്റ് മൊത്തം ഉറക്കം ഒഴിഞ്ഞ് വണ്ടി ഓടിച്ചതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു കുറച്ച് നേരം ഒന്ന് കിടക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ വീണ്ടും കാറിലേക്ക് കയറി അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടി പോയി. ഓരോരോ സ്പോട്ടുകളിലോട്ട് പോകുമ്പോഴും നമുക്കൊരു പുത്തൻ അനുഭവമായിരുന്നു. കാരണം ഞങ്ങൾ എപ്പോഴും പോകുന്നത് മൂന്നാറാണ്. മൂന്നാർ ഞങ്ങളുടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇനി അടുത്ത ദിവസം ഞങ്ങൾ മൂന്നാറിലേക്ക് പോകും. എങ്കിലും ഇത് ഈ കൊടൈക്കനാലിലെ കുറേ അനുഭവങ്ങൾ, കൊടൈക്കനാലിൽ എനിക്ക് തോന്നുന്നു മൂന്നാറിനെക്കാട്ടി കുറച്ചുകൂടി തണുപ്പ് കൂടുതലായിരുന്നു. പിന്നെ ഒരു വനത്തിലൂടെയുള്ള യാത്ര, അതൊക്കെ ഭയങ്കര നമുക്ക് ആക്ച്വലി എന്തെങ്കിലും വൈൽഡ് ആനിമൽസോ അങ്ങനെ എന്തെങ്കിലും ആനിമൽസൊക്കെ കാണണമെന്ന് പ്രതീക്ഷയായിരുന്നു നമ്മുടെ മക്കളിരുന്നത്. പക്ഷെ ഒന്നും കാണാൻ പറ്റിയില്ല. കുറച്ച് കുതിരയോ പിന്നെ പശു അങ്ങനെയൊക്കെ കാണാൻ സാധിച്ചുള്ളൂ. പിന്നെ നമ്മൾ പോയത് അടുത്തൊരു വ്യൂ പോയിൻറ്റിലേക്ക് പോയിരുന്നു, ഒരു ഗ്രീൻ വാലി വ്യൂ പോയിൻറ്റ്. അത് കഴിഞ്ഞൊരു
അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് പില്ലർ റോക്സ് ആണ്. അതായത് കുത്തനെ നിൽക്കുന്ന 3 കൂറ്റൻ പാറക്കൂട്ടങ്ങളായിരുന്നു. അവിടെ ഇങ്ങനെ മഞ്ഞ് വന്നിങ്ങനെ പാറകളെ മൂടുന്ന വലിയൊരു അതിമനോഹരമായ കാഴ്ച കാണാം. അവിടെ ഒരു എലിഫൻറ്റിൻ്റെ വൈൽഡ് സാങ്ച്വറി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു കൊക്കേഴ്സ് വോക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്പോട്ടിൽ പോയി. അതിങ്ങനെ മഞ്ഞൻ കണങ്ങളിങ്ങനെ അവിടെ തൊട്ടറിഞ്ഞ് താഴ്വരകളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ നടക്കാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചോളമൊക്കെ കഴിച്ചു. എൻ്റെ മക്കൾക്ക് ചോളം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരിങ്ങനെ അവിടെ നിന്ന് ചോളമൊക്കെ കഴിച്ചു. ഗാബിക്ക് മസാലയുള്ള ചോളമാണ് ഭയങ്കര ഇഷ്ടം. അത് കഴിഞ്ഞാണ് ഞങ്ങളുടെ മെയിൻ സ്പോട്ടിൽ ഞങ്ങളെത്തി, ഗുണ കേവ്. അപ്പോൾ ഗുണ, മഞ്ഞുമൽ ബോയ്സ് എന്നീ സിനിമകളിലൊക്കെ മലയാളികൾക്ക് ഏറെ പരിചിതമായ ഇടമാണ് ഗുണ കേവ്. സുഭാഷി. അപ്പോൾ ഞങ്ങൾ കയറി വരുമ്പോൾ തന്നെ അകത്തുനിന്ന് വലിയ വിളികളൊക്കെ കേൾക്കാം. സുഭാഷേ സുഭാഷേ സുഭാഷി എന്ന് ഓരോരുത്തരും വിളിക്കുന്നുണ്ട്. കാരണം മഞ്ഞുമൽ ബോയ്സിലെ പ്രശസ്തമായ സീൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞങ്ങളും കയറിയപ്പോഴും ഞങ്ങളെല്ലാവരും കയറുമ്പോഴും എൻ്റെ ഹസ്ബൻഡും പിള്ളേരും എല്ലാവരും കൂടെ ചേർന്ന് ഒന്നിച്ച് കൂവി. അവർ ഭയങ്കരമായിട്ട് കൂവുന്നുണ്ടായിരുന്നു. പിന്നെ അവർ ഊതിക്കളിച്ചു. അപ്പം ഊതുമ്പോൾ ഇങ്ങനെ മഞ്ഞിങ്ങനെ പോകുന്നതായിട്ട് അവർക്കൊക്കെ കാണാൻ പറ്റും. അങ്ങനെ കുറേ അവിടെ പോയപ്പോഴാണ് ആദ്യം കയറിയപ്പോഴൊക്കെ നമുക്ക് അവിടുത്തെ ഭയങ്കരമായിട്ട് ആ ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ മഞ്ഞ് കൊണ്ട് മൂടിക്കിടക്കുക, പരസ്പരം ആളെപ്പോലും കാണാൻ പറ്റാത്തൊരു സ്റ്റേജിലുള്ളായിരുന്നു. അപ്പോൾ മോനെ ആദ്യമായിട്ടാണ് ടൂറിന് പോകുന്നത്. നമ്മൾ മോന് ചെറുതായിട്ട് കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇച്ചിരി പനി കൂടിയിട്ട് ഫിക്സൊക്കെ വന്നതുകൊണ്ട് നമുക്ക് പുറത്തൊക്കെ കൊണ്ടുപോകാൻ കുറച്ച് പേടിയായിരുന്നു. ഇപ്പോൾ പിന്നെ അവൻ 2 years ആയി വളർന്നല്ലോ എന്നുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ പുറത്ത് കൊണ്ടുവന്നത്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് കൂവി. കുഞ്ഞുങ്ങളെല്ലാവരും അത് ആസ്വദിച്ചു. അവർ കൂടെ കൂവി. അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയി, മുകളിലത്തെ പൊസിഷനിലേക്ക് പോകുമ്പോൾ ഞാനും റാഫിയും കുറച്ച് നേരം കളിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് കളിച്ച് ചിരിച്ചിട്ടൊക്കെ മുകളിലോട്ട് കയറിയപ്പോൾ ഒരു ഫാമിലി ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് ഫാമിലി ഫോട്ടോയ്ക്ക് നിന്നു. ഈ മൂടൽ മഞ്ഞുമൊക്കെ ആസ്വദിച്ച് അവിടുത്തെ സീനറിയും ഗുണ കേവും നമ്മുടെ ആ സുഭാഷിൻ്റെ സീൻ, ആ മഞ്ഞുമൽ ബോയ്സിൽ ഓരോ സീൻസ് ഷൂട്ട് ചെയ്ത പ്ലേസസ് എല്ലാം ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ കയറിക്കൊണ്ടിരുന്ന സമയത്താണ് ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം തകർത്തുന്ന പോലെ ഒരു വലിയ മഴയുണ്ടായത്. ഈ മഴ പെയ്തപ്പോൾ ആക്ച്വലി എൻ്റെ മോന് നമ്മൾ ജാക്കറ്റൊന്നും കയ്യിലെടുത്തില്ല, എല്ലാം കാറിലായിപ്പോയി. അങ്ങനെ പോവുകയാണെങ്കിലും അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇത്രയും വലിയ മഴ പെയ്തപ്പം ഭയങ്കര ഇത്രയും മഞ്ഞിൻ്റെ കൂടെയാണ് ഈ മഴ പെയ്തത്. അപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു. അതുപോലെ നമ്മുടെ ദേഹത്തേക്ക് കല്ല് വന്ന് വീഴുന്ന പോലെയായിരുന്നു ഈ മഴയുടെ ആ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. പിന്നീട് നമുക്കൊന്ന് കയറി നിൽക്കാനോ ഒന്നുമില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് കൊച്ചിനെയും കൊണ്ടെടുത്ത് താഴേക്ക് വന്നു. ഒരു ഷോപ്പിൽ കയറി ഞങ്ങളൊരു കുട വാങ്ങിച്ചിട്ട് തിരിച്ച് ഞങ്ങളുടെ അടുത്ത പ്ലേസിലേക്ക് പൈൻ ഫോറസ്റ്റിലേക്കായിരുന്നു. പൈൻ ഫോറസ്റ്റും ഇതേപോലെയായിരുന്നു ക്ലൈമറ്റ്. ഫുൾ ഇങ്ങനെ മഞ്ഞ് കൊണ്ട് മൂടിയ ഒരു പ്രദേശമായിരുന്നു. കുട്ടികളിങ്ങനെ അവിടെ ഇങ്ങനെ ഒളിച്ചുകളി കളിക്കുന്നത് പോലെയൊക്കെ കളിച്ചു. കാരണം നമ്മളവരെ ഭയങ്കര നനഞ്ഞൊക്കെ ഇരുന്നേ. ഞങ്ങൾ പിന്നെ കാറിൽ കൊണ്ടുപോയി കുട്ടികളുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ പൈൻ ഫോറസ്റ്റിൽ പോയത്. പൈൻ ഫോറസ്റ്റിൽ പോയപ്പോഴത്തേക്ക് അവരെ വെൽക്കം ചെയ്യാനിരുന്നത് ഒരു വലിയ മങ്കിയായിരുന്നു. അങ്ങനെ മങ്കിയെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ മങ്കീനെ അടുത്ത് പോയി ഇങ്ങനെ പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും കുറച്ച് നേരം അവരുടെ അടുത്തൊക്കെ നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ബ്രൈൻറ്റ് പാർക്ക് എന്നറിയപ്പെടുന്ന ഒരു പാർക്കിലേക്ക് പോയി. കാരണം കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ പാർക്ക്. അങ്ങനെയാണ് ഞങ്ങൾ അവിടേക്ക് പോയത്. അവിടെ ഒരു തടാകത്തിന് തൊട്ടടുത്ത് ഉണ്ടായിരുന്ന ഈ പാർക്കിനകത്ത് ഭയങ്കര വൈവിധ്യമാർന്ന പൂക്കൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസ് ആണെന്ന് ഞാൻ പറയും. ഒരു പ്രത്യേക കാര്യം പറയുകയാണ്, എപ്പോൾ കൊടൈക്കനാലിലേക്ക് വന്നാലും ഒരു സ്വെറ്ററോ കുടയോ കയ്യിൽ കരുതുക. അപ്പോൾ എങ്ങനെയാണ്, നമുക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്താലോ? ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു അടിപൊളി യാത്രാ വീഡിയോയുമായി വീണ്ടും കാണാം. നാളത്തെ യാത്ര മൂന്നാറിലേക്കാണ്. അതിൻ്റെ വീഡിയോയുമായി നാളെ കാണാം. ബൈ.